മന്ത്രിസഭാ യോഗത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളാനുള്ള തീരുമാനത്തിന് എടുത്തിരിക്കുകയാണ് മന്ത്രിസഭ. ഒപ്പം തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ റെയിൽപാത നടപ്പാക്കാനും തീരുമാനമുണ്ട്. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം നടപ്പാക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി അനന്തനുണ്ട്. ആദ്യം മന്ത്രി കെ രാജന്റെ പ്രതികരണത്തിലേക്ക്. അവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ 18,75,69,037 രൂപ 90 പൈസ കൃത്യം കണക്കതാണ്. ആ കടങ്ങൾ പൂർണ്ണമായും 18,75,69,037 രൂപ 90 പൈസ എന്ന അവിടെ നിന്ന് ലഭ്യമായ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. 555 കുടുംബങ്ങളുടെ 1620 വായ്പകളാണ്. ആ പണം പൂർണ്ണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് വയനാട് ചൂരൽമല ദുരന്തത്തിൻ്റെ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ പേരുടെയും വായ്പയുമായി ബന്ധപ്പെട്ട കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. വയനാട് ദുരിതബാധിതർക്കേറെ ആശ്വാസകരമായ തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് കേരളത്തിലെ വികസന സ്വപ്നങ്ങളിലേക്ക് മറ്റൊരു പദ്ധതി കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകുന്നു. 6 ദശം വിവരങ്ങൾ വേണ്ട അനന്തൻ ആദ്യം ലോണുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക്. തീർച്ചയായും ഏറെക്കാലമായി അവിടുത്തെ ആവശ്യമാണ്. വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ ഈ വലിയ സാമ്പത്തിക ബാധ്യത അവിടുത്തെ ആളുകളെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. എന്താണ് സർക്കാരിൻ്റെ അക്കാര്യത്തിലുള്ള തീരുമാനം? പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ദിവിഷ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിലൂടെ വിശദീകരിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും കടബാധ്യതകൾ എഴുതിത്തള്ളാൻ അത് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 555 കുടുംബങ്ങളുടെ 1620 വായ്പകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത്. എഴുതിത്തള്ളുക എന്ന് പറഞ്ഞാൽ അത് സർക്കാർ ഏറ്റെടുത്ത് ഈ വായ്പകൾ നൽകിയിരിക്കുന്ന ബാങ്കുകൾക്ക് നൽകുക എന്നുള്ളതാണ്. ഏതാണ്ട് 18 കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഈ 1620 വായ്പകൾ എന്ന് പറയുന്നത് ഒരാൾക്ക് തന്നെ, ഒരു കുടുംബത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ വായ്പകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 21 ബാങ്കുകളാണ് ഇത്രയും പേർക്കായിട്ട്, ഇത്രയും കുടുംബങ്ങൾക്കായിട്ട് വായ്പ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ബാങ്കുകൾക്ക് CMDRF ഫണ്ടിൽ നിന്ന് 18 കോടി രൂപ നൽകും. അങ്ങനെ ആ സർക്കാർ വഴി സർക്കാർ ആ വായ്പ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സർക്കാരാണ് ബാങ്കുകളുടെ ആ ബാധ്യത തീർക്കാൻ പോകുന്നത്. അതോടുകൂടി ഈ കടബാധ്യത ഉള്ള ദുരന്തബാധിതർക്ക് പൂർണ്ണമായും ആ കടബാധ്യതയിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്യും. അവർക്ക് പുതിയ വായ്പകൾ നേടാനുള്ള അവസരമൊക്കെ ഉണ്ടാകും. അത് സിബിൽ സ്കോറിനെ ബാധിക്കാത്ത രീതിയിൽ ഈ കടബാധ്യതകൾ പരിഹരിക്കാനാണ്, അല്ലെങ്കിൽ ഏറ്റെടുത്ത് അത് സർക്കാർ അടച്ചു തീർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് ഈ നേരത്തെ ഈ ജില്ലാ കളക്ടർ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഒരു പട്ടിക ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ആ പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തണമെങ്കിലോ, ആ പട്ടികയിൽ ഉൾപ്പെടാതെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ, അതല്ല ആ പട്ടികയിൽ ശരിയായ ഗുണഭോക്താക്കൾ അല്ലാത്തവർ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറി തലത്തിൽ ഒരു കമ്മിറ്റി കൂടി പ്രവർത്തിക്കും എന്ന് മന്ത്രി ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 18 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ മുഴുവൻ കടവും സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ തന്നെ ആ ബാങ്കുകളുടെ കടബാധ്യത തീർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മന്ത്രി വിശദീകരിച്ച ഒരു കാര്യം, നേരത്തെ തന്നെ ഏതാണ്ട് 93 ലക്ഷം രൂപയുടെ കടബാധ്യത കേരള ബാങ്ക് എഴുതി തള്ളിയിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ. അപ്പോൾ ആ ബാധ്യത അത് ഇതുവരെ അത് തിരിച്ച് കേരള ബാങ്കിന് സർക്കാർ നൽകിയിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ചൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ മറ്റ് ബാങ്കുകളുടെ കടബാധ്യത സർക്കാർ തീർക്കാൻ തീരുമാനിച്ച ഒരു ഘട്ടത്തിൽ, അങ്ങനെ ഒരു മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തതുകൊണ്ട് ഈ 93 ലക്ഷം രൂപ, അതായത് കേരള ബാങ്ക് നേരത്തെ എഴുതിത്തള്ളിയ 93 ലക്ഷം രൂപ സർക്കാർ തന്നെ കേരള ബാങ്കിനും നൽകാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്.